Farmers in the Kallupara, Eraviparu region of Pathanamthitta organized a seed fair along the banks of the Manimala river on Tuesday. The aim? To revive Kerala's traditional crops, many of which are now disappearing. Among them was the Rudraksha plavin, a jackfruit variety whose seeds resemble Rudraksh beads. മലബാറിലെ ഒരിടത്തെ ഒരു പറമ്പിൽ ഈ രുദ്രാക്ഷ പ്ലാവ് കാണാനിടയാകി. അവിടെ അവരുടെ ഒരാളെ ചുമതലപ്പെടുത്തി ഇതിൻ്റെ ചക്കക്കുരു ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നട്ടു വളർത്തിയാണ്. ഞങ്ങൾ ഏതാണ്ട് 200ഓളം എണ്ണം നട്ടു ചക്കക്കുരു പാകി കിളിപ്പിച്ചിട്ട് ഏതാണ്ട് 40-ൽ താഴെ മാത്രം എണ്ണമാണ് ഇപ്പോൾ നമുക്കിവിടെ വിതരണം ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അത് കഴിയുന്ന ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വിൽപ്പന നടത്തുന്നത്. അത് കഴിയുന്നതും ആ പ്ലാവിൻ്റെ ഒരു വർധന ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. The seed fair was part of a wider initiative aimed at exploring the region's culture and heritage. നമ്മുടെ ഇന്നലെയുടെ പ്രാധാന്യം നമ്മുടെ ഒരു നല്ല നാളേക്ക് എന്താണെന്നുള്ളത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം തുടക്കം കുറിച്ചത്. അതിൽ കേരളത്തിലെ 14 ജില്ലയിലായിട്ട് 18 പൈതൃക നടത്തങ്ങളുണ്ട്. അത് പ്രാദേശിക ചരിത്രകാരന്മാരും അതിനെക്കുറിച്ച് പഠിക്കുന്നവരും കൂടിയാണ് ഈ ചരിത്രങ്ങൾക്ക് ഈ നടത്തങ്ങൾക്ക് മുന്നോട്ടം കൊടുക്കുന്നത്. അത് ഒരുമിച്ച് കൊണ്ടുവരാനാണ് ധരണി ശ്രമിക്കുന്നത്. അതിൽ 15ാമത്തെ നടത്തം നമ്മൾ പെരുമ്പ്രനാട്ടിലെ കല്ലുപ്പാരൻ ഇരുവിപേരൂർ ഭാഗത്താണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വിത്തുവേലി ചന്തയിലും വന്നിട്ടുള്ളത്. The seed fair showcased rare local vegetable and spice seedlings along with a variety of tubers and yams, highlighting efforts to protect the region's biodiversity.